അവർക്ക് നമസ്കാരം. ഞാൻ ലീന റോയ് ഫ്രം എല്ലാർകൊട്ടി കൊമ്പടിഞ്ഞാമക്കൽ. ഇന്ന് വീണ്ടും കുറച്ച് ബാഗുകൾ തന്നെയാണ് കാണിക്കുന്നത്. ചെറുതും ഉണ്ട് വലുതും ഉണ്ട്. നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. വയ്ക്കുന്നത് ഇതൊരു പേഴ്സാണ്. അപ്പൊ ഇങ്ങനെ ഇതുപോലെ മുകളിൽ ഇങ്ങനെ തെറ്റിക്കുന്ന ബട്ടനായിട്ടുള്ള ഇതുപോലത്തെ ലോക്കുള്ള ഒരു തരം പേഴ്സ് ഞാൻ കഴിഞ്ഞ ആഴ്ച കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് അതേ സെയിം പേഴ്സ് അല്ല. പേഴ്സിന് ഒരു ഡിഫറൻസ് ഉണ്ട്. അതായത് മെറ്റീരിയലിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. പക്ഷെ കാണാൻ നല്ലൊരു ക്യൂട്ടാണ്. ഇതിൽ നമുക്ക് സ്മാർട്ട് ഫോൺ ഒന്നും വെക്കാൻ പറ്റില്ല കേട്ടോ. പക്ഷെ നമ്മള് എന്താ പറയാ, പൈസ മാത്രം വെച്ച് നമുക്ക് എങ്ങോട്ടെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് പറ്റുന്ന ഒരു പേഴ്സാണ്. കണ്ടോ, ഇത്രയ്ക്കാണ് ഇതിന്റെ ഉള്ളിൽ സ്പേസ് വരുന്നത്. അപ്പം പൈസയും കോയിനും എല്ലാം ഇടാൻ പറ്റുന്ന ഒരു പേഴ്സാണ്. എന്നിട്ട് ഇതുപോലെ ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സ്. അപ്പം ഇതില് ഇതിന്റെ കളർ വരുന്നത് ഒരു റെഡും മെറൂണും കൂടി മിക്സ് ചെയ്തൊരു കളറ്. പിന്നെ ഇതിലിങ്ങനെ ആകെ ഡിസൈൻ ഞാൻ മറ്റേ പേഴ്സ് കാണിച്ചപ്പോ പറഞ്ഞതുപോലെ തന്നെ എല്ലാം സ്പെസിഫിക്കേഷൻ ഒക്കെ സെയിം തന്നെയാണ്. പക്ഷെ ഇതില് കുറച്ച് ഡിസൈനുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസമായിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പൊ ഫസ്റ്റ് കാണിക്കുന്നത് ഇതുപോലെ. ഇനി ഇതിൽ വേറൊരു കളർ വരുന്നത് ബ്ലാക്കിലാണ്. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ. പിന്നെ ഒരു ഷെയ്ഡ് ഉള്ളത് ഇതാ ഒരു ബ്ലൂ ആണ് ഇതുപോലെ. അപ്പൊ ഇനി ഈ 3 ഷെയ്ഡിൽ തന്നെ കുറെ കളറുകള് ഡിസൈനുകൾ വ്യത്യാസമാണ്. ഇപ്പൊ ഇത് നോക്ക്, ഇതിപ്പോ ബ്ലാക്കിലാണ്. പക്ഷെ ഇതിന്റെ ഡിസൈൻ വ്യത്യാസമുണ്ട്. വീണ്ടും ഇത് ബ്ലാക്ക്, ഇതിന്റെ ഡിസൈൻ വ്യത്യാസമുണ്ട്. വീണ്ടും ഇത് ബ്ലാക്ക്, ഇതിന്റെ ഡിസൈനിൽ മാത്രം അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നതാണ്. ഇതാ ഇതുപോലെ. പിന്നെ ഇനി ബ്ലൂവിലാണ് കേട്ടോ. കണ്ടോ, ബ്ലൂവില്. പിന്നെ വീണ്ടും ഇതാ ബ്ലൂവില് തന്നെ ഒരു വേറൊരു ഡിസൈൻ. ഇത് ബ്ലൂവില് വേറൊരു ഡിസൈൻ. ദെൻ ഇത് ബ്ലാക്കിൽ വേറൊരു ഡിസൈൻ. ഇത് ബ്ലൂവില് വേറൊരു ഡിസൈൻ. പിന്നെ ഞാൻ ഫസ്റ്റ് കാണിച്ച റെഡും മെറൂണും കൂടി കലർന്നു എന്ന് പറഞ്ഞതില് അതില് വേറൊരു ഡിസൈൻ. അപ്പോൾ ഇത്രയ്ക്കും പേഴ്സുകളാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാതും സ്മാർട്ട് ഫോൺ വെക്കാൻ പറ്റുന്ന മൊബൈലല്ല. പക്ഷെ നമുക്ക് പഴയ കാലത്തെ കുഞ്ഞു ഫോൺ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഫോൺ ഇതിൽ കൊള്ളും. അതല്ലാതെ സ്മാർട്ട് ഫോൺ വെക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ പള്ളി, അമ്പലം അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് പൈസ മാത്രം വെച്ച കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പേഴ്സാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 150 രൂപ. ബാഗ് ഇതിന്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെയാണ് ഇടാൻ പറ്റുക. പക്ഷെ ഇത് തോളില് ഇതുപോലെ ഇടാൻ പറ്റുന്ന ഒരു ബാഗാണ്. ഒരുപാട് നീളത്തിൽ ഇടാനായിട്ടുള്ള സ്ലിങ് ഇതിന് അവൈലബിൾ അല്ല. ഇതിന്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാലേ ഇപ്പൊ ഞാൻ ഈ പേപ്പറുകളൊക്കെ ഇതിൽ നിന്ന് എടുത്തു കഴിയുമ്പോൾ ഇത് ഒട്ടും കനമില്ലാത്ത, അതായത് ബാഗിന് ഒട്ടും വെയിറ്റ് ഇല്ലാത്തൊരു ബാഗ്. ഇതിന്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ മെറ്റീരിയലിന്റെ ഡിസൈൻ ഇതുപോലെ ഈ വെൽവെറ്റിലൊക്കെ തുണികൾ വരില്ലേ, അതുപോലെ വെൽവെറ്റിന്റെ പോലത്തെ ഒരു പ്രതീതിയുള്ള ഒരു ബാഗാണ്. ബാക്കിൽ ഇതുപോലെ ഒരു സിബും പോക്കറ്റും, സെന്ററില് ഒരൊറ്റ കമ്പാർട്ട്മെന്റ് ആണ് ഇതിന് വരുന്നത്. കണ്ടോ. പക്ഷെ എന്നാലും നമുക്ക് ഇതിൽ 3 ഫോൾഡിന്റെ കൊടയൊക്കെ ഈസി ആയിട്ട് വെക്കാൻ പറ്റും കേട്ടോ. ഒറ്റ കമ്പാർട്ട്മെന്റ് അല്ല, 2 കമ്പാർട്ട്മെന്റ് ഉണ്ട്. ഇതൊരു കമ്പാർട്ട്മെന്റ്, ഇതിന്റെ ഇപ്പുറത്ത് വേറൊരു കമ്പാർട്ട്മെന്റ് കേട്ടോ. ഈ 2 കമ്പാർട്ട്മെന്റിനെ സെപ്പറേറ്റ് ചെയ്യാൻ സെന്ററിൽ ഒരു സിബും പോക്കറ്റും വേറെ ഉണ്ട്. പിന്നെ ഒരു കമ്പാർട്ട്മെന്റിൽ സൈഡിൽ വീണ്ടും ഒരു സിബും പോക്കറ്റും ഉണ്ട്. ഇപ്പൊ ഞാൻ ആ പേപ്പറൊക്കെ എടുത്ത് കളഞ്ഞില്ലേ. അപ്പൊ ഇതുപോലെ ഇത്രയും ഫ്ലെക്സിബിൾ ആണ്. ഇതിന് ഒട്ടും വെയിറ്റ് എന്ന് പറയണതേ ഇല്ല. നമ്മൾ എത്ര സാധനങ്ങൾ വെക്കുന്നോ ആ വെയിറ്റ് മാത്രമാണ് വരിക. എന്നാൽ കാണുമ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ബാഗ് ആണെങ്കിലും നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇതിൽ വെക്കാം. 3 ഫോൾഡിന്റെ കൊടയൊക്കെ ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്ന ബാഗാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 650 രൂപ. അപ്പൊ ഫസ്റ്റ് ഷെയ്ഡാണ് ഇതുപോലെ ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡ്. പിന്നെ വന്നിരിക്കുന്ന ഒരു ഷെയ്ഡ് കണ്ടോ, ഒരു പൗഡർ ബ്ലൂവിൽ വരുന്ന ഒരു ഷെയ്ഡ്. ഈ മെറ്റീരിയലിൽ വേറൊരു ടൈപ്പ് ബാഗ് ഞാൻ കുറെ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നോക്ക്, നല്ലൊരു ഗ്രീൻ ഷെയ്ഡ്. പിന്നെ വരുന്നത് ഒരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡ്. പിന്നെ വരുന്നത് ഒരു കോഫി ഷെയ്ഡ്. പിന്നെ വരുന്നത് ഒരു മൗ ഷെയ്ഡ് അല്ലെങ്കിൽ റോസ് ഗോൾഡിന്റെ ഒക്കെ ഒരു ഷെയ്ഡ്. കണ്ട. അപ്പൊ ഇതിൽ ഏത് കളർ കിട്ടിയാലും അത് നല്ല ബാഗാണ്, നല്ല കളറുകളാണ്, നല്ല ഷെയ്ഡാണ്. അപ്പോൾ ഇതില് ഓരോന്നിന്റെ റേറ്റ് വരുന്നതും 550 രൂപ. തെറ്റി പറഞ്ഞതാട്ടോ, 650 എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 650 അല്ല, 550 രൂപ. നെക്സ്റ്റ് കാണിക്കുന്ന ബാഗ് ഇത് ക്യാച്ചി എന്ന് പറയുന്ന ബ്രാൻഡിൽ വന്നിരിക്കുന്ന ബാഗാണ്. അപ്പൊ ഈ ബാഗ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഇതൊരു ക്ലാസ് ബാഗാണ്. നമുക്ക് ഒരു ഓഫീസ് പർപ്പസിന്, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു മീറ്റിങ്ങിന് അങ്ങനെയൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ക്ലാസ് ബാഗാണ്.
അപ്പൊ ഇത് നമുക്ക് കൈത്തണ്ടയിലും ഇടാം, നീളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നീളത്തിൽ ഇടാൻ പറ്റിയ സ്ലിങ്ങും ഇതിൽ അവൈലബിൾ ആണ്. അപ്പൊ ഫ്രണ്ട് പോർഷൻ വരുന്നതാണ് ഇതുപോലെ. ഇത് താഴ്ഭാഗം വരുന്നത് ഇങ്ങനെ ഡാർക്ക് കോഫി ഷെയ്ഡ്, ഇവിടെയും കോഫി ഷെയ്ഡ്, ഇതിന്റെ സ്ലിങ് കോഫി ഷെയ്ഡ്, ഈ ബോഡി ഉണ്ടല്ലോ ഒരു ലൈറ്റ് ഷെയ്ഡ് ആണ് വരുന്നത് കേട്ടോ, ലൈറ്റ് കോഫിയിൽ വരുന്നത്. നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ബാഗാണ്. ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെ, ബാക്കിൽ ഒരു സിബും പോക്കറ്റുണ്ട്. ഇനി സെന്ററിലേക്ക് വരുമ്പോ കണ്ടോ, ഇതുപോലെ 3 കമ്പാർട്ട്മെന്റ് ആണ് സെന്ററിലേക്ക് വരുമ്പോ ഉള്ളത്. ഇതിൽ നമുക്ക് ഈ സെന്റർ കമ്പാർട്ട്മെന്റിൽ 3 ഫോൾഡിന്റെ കുട ഇടാൻ പറ്റും കേട്ടോ. ഇതില് നീളത്തിലിടാനുള്ള സ്ലിംഗ് ആണ് അവൈലബിൾ ആയിരിക്കുന്നത്. അപ്പൊ ഇത് 3 ഫോൾഡിന്റെ കുട നമുക്ക് വെക്കാൻ പറ്റും. ഇതിന്റെ സൈഡിലായിട്ട് ഒരു സിബും പോക്കറ്റും ഉണ്ട്. ഇതിന്റെ ഒക്കെ ഉള്ളിലൊക്കെ വെച്ചടിച്ചിരിക്കുന്ന മെറ്റീരിയൽ ഒക്കെ നല്ല മെറ്റീരിയൽ ആണ്. അതുപോലെ ഇപ്പുറത്ത് വേറൊരു കമ്പാർട്ട്മെന്റ്, അതുപോലെ തന്നെ ഇവിടെയും ഒരു കമ്പാർട്ട്മെന്റ്. അപ്പൊ ഇങ്ങനെ 3 കമ്പാർട്ട്മെന്റ് ആണ്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ സൈഡിൽ ഇങ്ങനെ സ്പേസ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഒരു കൺജസ്റ്റഡ് ആയിട്ട് നമുക്ക് തോന്നില്ല, നല്ല സ്പേഷ്യസ് ആയിട്ട് തോന്നുന്ന ഒരു ബാഗാണ്. കാച്ചി എന്ന് പറയുന്ന ബ്രാൻഡിൽ വരുന്ന ബാഗാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 1050 രൂപ. അപ്പൊ ഫസ്റ്റ് ഷെയ്ഡാണ് ഈ കോഫി, ഡാർക്ക് കോഫി, ലൈറ്റ് കോഫി. പിന്നെ വരുന്ന ഒരു ഷെയ്ഡ് ബ്രൗണും ഒരു ബീജ് എന്നും പറയാൻ പറ്റില്ല, എന്നാൽ ഗ്രീൻ എന്നും പറയാൻ പറ്റില്ല, അതിന്റെ രണ്ടും കൂടി മിക്സ് ചെയ്ത് വരുന്ന ഒരു ഷെയ്ഡ്. പിന്നെ വരുന്നത് ഒരു ലൈറ്റ് ഗ്രീൻ ടു ഡാർക്ക് ഗ്രീൻ. അപ്പൊ ഡാർക്ക് ഗ്രീൻ അല്ല, ചെറുപയർ പച്ചയുടെ ഗ്രീൻ ആണ് ഈ ഭാഗവും ഇതിന്റെ താഴ്ഭാഗം ഒക്കെ വരുമ്പോ. അതിന്റെ തന്നെ ഒരു വെരി ലൈറ്റ് ഷെയ്ഡാണ് ബോഡി വരുന്നത്. അപ്പൊ ഇങ്ങനെ 3 ഷെയ്ഡിലാണ്. ഇതൊക്കെ നല്ല ക്ലാസ് ബാഗുകളാണ്. ഇതിൽ ഓരോന്നിന്റെ റേറ്റ് വരുന്നതും 950 രൂപ. ഇതിൽ ഓരോന്നിന്റെ റേറ്റ് വരുന്നത് 1050 രൂപയാട്ടാ. ഇന്നെല്ലാം പറയുന്നത് തെറ്റാണ്. 950 എന്ന് പറഞ്ഞു, 950 അല്ല, 1050 രൂപ. നിൽക്കുന്നത് മൈക്കിൾ കോറിലിന്റെ കോപ്പി ബാഗ് ആണ്, ഒറിജിനൽ അല്ല കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ കാണിക്കുന്ന ബാഗുകളെല്ലാം തന്നെ മൈക്കിൾ കോറിന്റെ കോപ്പി ബാഗുകളാണ്. പക്ഷെ കോപ്പിയാണെന്ന് പറഞ്ഞാലും നല്ല ബാഗുകളാണ്. അപ്പൊ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതുപോലെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഫ്രണ്ട് പോർഷൻ ഫുൾ ബോഡി വരുന്നത് ഇങ്ങനെ വൈറ്റിലാണ്. ഇതിന്റെ സ്ലിങ് വരുന്നത് ഇങ്ങനെ ബ്ലാക്ക്. ഇത് നമുക്ക് ഇതുപോലെ കൈത്തണ്ടയിൽ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു ബാഗാണ്. ഇനി നീളത്തിലിടണമെങ്കിൽ നീളത്തിലിടാനുള്ള സ്ലിങ് ഇടാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഇനി ഇതിന്റെ സെന്റർ പോർഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നീളത്തിലിടാനുള്ള സ്ലിങ് ആണിത്. പിന്നെ ഇതില് 2 കമ്പാർട്ട്മെന്റ് ആണ് വരുന്നത്. അപ്പൊ ഇതിൽ 3 ഫോൾഡിന്റെ കുട നമുക്ക് വെക്കാൻ പറ്റില്ല കേട്ടാ. ഇങ്ങനെയാണ് 2 കമ്പാർട്ട്മെന്റ്, സെന്ററിൽ ഒരു സിബും പോക്കറ്റും. പിന്നെ ഇതിന്റെ സെന്ററിലത്തെ സിബും പോക്കറ്റ് എന്ന് പറയുന്നത് താഴെ അറ്റാച്ച്ഡ് അല്ല കേട്ടോ. അപ്പം ഇതിൽ നമുക്ക് 5 ഫോൾഡിന്റെ കുടയാണ് വെക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ ഒരു യാത്രയൊക്കെ പോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു നല്ലൊരു ക്യൂട്ട് ആയിട്ടുള്ള എന്നാലൊരു ക്ലാസ് ലുക്കുള്ള ഒരു ബാഗാണ്. ഒരു മീഡിയം സൈസിൽ വരുന്ന ഒരു ബാഗ്. അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് 830 രൂപ. അപ്പൊ ഫസ്റ്റ് ഷെയ്ഡ് ഇതുപോലെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. പിന്നെ വരുന്നത് ഒരു ഡാർക്ക് ബീച്ച് ടു ബ്രൗൺ ആണ്. പിന്നെ വരുന്നത് ലൈറ്റ് ക്രീം ടു ബ്രൗൺ ആണ്. പിന്നെ വരുന്നത് ഇതുപോലെ ബ്ലാക്ക് ടു സ്ലിങ് ആണ്. ഞാൻ ബ്രൗൺ എന്ന് പറയുന്നത് കേട്ടോ, ബ്രൗൺ അല്ല, ഒരു ടാനിന്റെ ഷെയ്ഡാണ്. അപ്പൊ പിന്നത്തെ ഷെയ്ഡ് വരുന്നത് ഇങ്ങനെ. അപ്പൊ ഇങ്ങനെ 4 ഷെയ്ഡിലാണ് ഈ ബാഗുകൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിൽ ഓരോന്നിന്റെ റേറ്റ് വരുന്നതും 830 രൂപ. നെക്സ്റ്റ് ബാഗ് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഇമ്പോർട്ടഡ് ബാഗാണ്, ഇമ്പോർട്ടഡ് ഫ്രം ചൈന. ഇതിന്റെ മെറ്റീരിയൽ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. ഇതൊക്കെ ഇമ്പോർട്ടഡ് ലെതർ ആണ് കേട്ടോ. അപ്പൊ ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെ, ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇങ്ങനെ. ഇതൊക്കെ ഇങ്ങനെ ഫാൻസി ആയിട്ട് ഇതുപോലെ കുറച്ച് ഫാൻസി ഐറ്റംസ് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്നതാട്ടോ, ഇട്ടിരിക്കുന്നതാണ്. പിന്നെ ഇത് നമുക്ക് നീളത്തിൽ ഇടാനായിട്ട് വേറൊരു സ്ലിങ് കൊണ്ടോ, ഇതിൽ നീളത്തിൽ സ്ലിങ് ഇടാനായിട്ടുള്ള ഓപ്ഷൻ വന്നിരിക്കുന്നത് ഇവിടെയാണ്. ഇവിടെ ഒരു കൊളുത്തും ഇവിടെ ഒരു കൊളുത്തും. അപ്പൊ അതിനുള്ള സ്ലിങ് ഇതിന്റെ ഉള്ളിലുണ്ട്. പിന്നെ ഇതിന്റെ സെന്ററിലേക്ക് വരുമ്പോ ഈ സെന്റർ സിബ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോ കണ്ടോ, ഇതാണ് നീളത്തിലിടാനുള്ള സ്ലിങ്. സാധാരണ അങ്ങനെ നീളത്തിലിടാനായിട്ടുള്ള സ്ലിങ് ഈ ഇമ്പോർട്ടഡ് ബാഗ്സിൽ വരാറില്ല. പിന്നെ ഇതില് ഒരു സെന്റർ കമ്പാർട്ട്മെന്റ്, ഒരു സൈഡില് സിബോർഡ് കൂടിയ ഒരു പോക്കറ്റ് വേറെ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഉള്ളിലത്തെ മെറ്റീരിയൽ ഒക്കെ കണ്ടോ. ഇമ്പോർട്ടഡ് ബാഗ്സിനെ കുറിച്ച് ഞാൻ വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമില്ല. എന്റെ കയ്യിൽ നിന്ന് എപ്പോ കൊണ്ടുവന്നാലും എല്ലാം സോൾഡ് ഔട്ട് ആവുന്ന ഒരു ഐറ്റം ആണ് ഈ ഇമ്പോർട്ടഡ് ബാഗ്സ്. അതിന്റെ ക്വാളിറ്റി കൊണ്ട് തന്നെയാണ് അത് എല്ലാതും സോൾഡ് ഔട്ട് ആവുന്നത്. ഇതിൽ നമുക്ക് 3 ഫോൾഡിന്റെ കുട നമുക്ക് ഈസി ആയിട്ട് വെക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മൾ ഇത് ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ബാഗ് അല്ല.
നമുക്ക് യാത്രയൊക്കെ പോകുമ്പോൾ കൊണ്ടുപോവാൻ പറ്റുന്ന ഒരു ബാഗാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് 950 രൂപ. ഇതിന്റെ ഷേപ്പിന് ഒരു വ്യത്യാസം ഉണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇവിടെ രണ്ട് വശവും ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഫ്ലാറ്റ് ആയിട്ട് ഇരുന്നിട്ട് താഴ്ഭാഗത്തേക്ക് ഇങ്ങനെ ഒരു കർവാണ്. അപ്പൊ ഇതിപ്പോ ഒരു ചിക്കുവിന്റെ ഒക്കെ ഒരു ഷെയ്ഡിലേക്ക് എത്തിയിട്ടോ. ബീജ് അല്ല, ഡാർക്ക് ബീജിന്ന് ചിക്കുവിന്റെ ഷെയ്ഡിലേക്ക് കടക്കുന്ന ഒരു ഷെയ്ഡാണ്. പിന്നെ ഇതേ പാറ്റേണില് ഇനി വന്നിരിക്കുന്ന ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് ഡാർക്ക് ചോക്ലേറ്റ് ഷെയ്ഡ്, പിന്നെ വരുന്നത് ഒരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡ്. ഈ പാറ്റേണിൽ ഇങ്ങനെ 3 ബാഗുകളാണ് അവൈലബിൾ ആയിരിക്കുന്നത്. ഇതില് ഓരോന്നിന്റെ റേറ്റ് വരുന്നത് 950 രൂപ. ഇനി ഒരു ബാഗ് വീണ്ടും ഇതുപോലെ തന്നെ ഇമ്പോർട്ടഡ് ബാഗാണ്. ഇതിന്റെ പാറ്റേണിന് ഇതിന്റെ മോൾ ഭാഗം ഫുൾ ആയിട്ട് ഫ്ലാറ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ബാഗാണ്. ഇതും ജെറ്റ് ബ്ലാക്ക് ആണ് ഷെയ്ഡ്. ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇതുപോലെ, ബാക്ക് സൈഡ് ഇങ്ങനെ. ഇതിലും കുറച്ചിങ്ങനെ ഒരു ഫാൻസി ആയിട്ട് ഹാങ്ങിങ്സ് ഒക്കെ ഉണ്ട്. ഇതിന്റെ ഈ റിവിറ്റ് വെച്ച് അടിച്ചിട്ട് ഇതുപോലെയാണ് കേട്ടോ ഇതിന്റെ ഈ സ്ലിങ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ഇതിന് നീളത്തിലിടാനുള്ള സ്ലിങ് ഇല്ല കേട്ടോ. ഉണ്ട് നീളത്തിലിടാനുള്ള സ്ലിങ് ഇടാനുള്ള ഓപ്ഷൻ ഇവിടെ പുറത്താണ് കേട്ടോ വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിന്റെ സെന്റർ പോർഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നീളത്തിലിടാനുള്ള സ്ലിങ് ആണിത്. ഇതിന്റെ ഉള്ളിലും സിംഗിൾ കമ്പാർട്ട്മെന്റ് തന്നെയാണ്, പക്ഷെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കമ്പാർട്ട്മെന്റ്. നമുക്ക് 3 ഫോൾഡിന്റെ കൂടെയൊക്കെ ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ബാഗാണ്. ഇതിന്റെ ഒരു സൈഡിൽ സിബോർഡ് കൂടിയ ഒരു പോക്കറ്റ്, നല്ല മെറ്റീരിയൽ ആണ്, നല്ല നല്ല ബാഗുകളാണ്. ഇതിന്റെ റേറ്റ് വരുന്നതും 950 രൂപ. ഇതൊരു സിംഗിൾ പീസ് മാത്രമാണ്, ഇതിന്റെ വേറെ കളേഴ്സ് ഒന്നും ഇല്ല കേട്ടോ. കാണിക്കുന്ന ബാഗ് ഇതിപ്പോ ഞാൻ 3ാമത്തെ മോഡലാണ് കൊണ്ടുവരുന്നത്. അതായത് ഈ പാറ്റേണിൽ പല പല മോഡലുകൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ മോഡല് ആദ്യമായിട്ടാണ്. അപ്പൊ ഇതിന്റെ ഷെയ്ഡ് എന്ന് പറയുന്നത്, ഇത് നമുക്ക് കണ്ടാൽ ഇങ്ങനെ ഒരു നെറ്റിന്റെ മെറ്റീരിയൽ ഒക്കെ വെച്ചടിച്ചിരിക്കുന്നത് പോലെയാണ് നമുക്കത് തോന്നാം. ഇത് ക്യാച്ച് എന്ന് പറയുന്ന ബ്രാൻഡിൽ വരുന്നതാണ്. ബാക്ക് സൈഡിൽ ഇതുപോലെ ഒരു സിബും പോക്കറ്റും ഉണ്ട്. പിന്നെ സെന്ററിലേക്ക് വരുമ്പോൾ ഇത് നമുക്ക് കൈത്തണ്ടയിലും ഇടാൻ പറ്റും. ഇനി കൊളുത്തി ഇടണം, നീളത്തിൽ സ്ലിങ് ഇടണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ഇടാൻ പറ്റുന്ന ഒരു ബാഗാട്ടോ. ഇപ്പൊ ഇതിന്റെ സെന്റർ സിബ് ഓപ്പൺ ചെയ്യുമ്പോൾ നീളത്തിലുള്ള സ്ലിങ് ഇതിൽ അവൈലബിൾ ആണ്. ഇതിൽ 2 കമ്പാർട്ട്മെന്റ് ആണ്. ഇതിൽ നമുക്ക് 3 ഫോൾഡിന്റെ കൂടെ വെക്കാൻ പറ്റും, സ്പേസ് ഉള്ള ബാഗാട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് ഇതിൽ 2 കമ്പാർട്ട്മെന്റ് വരുന്നത്. ഇതിൽ നമുക്ക് 3 ഫോൾഡിന്റെ കൂടെ വെക്കാൻ പറ്റും. സെന്ററിൽ ഒരു സിബും പോക്കറ്റും ഉണ്ട്, സൈഡിൽ വേറെ ഒരു സിബും പോക്കറ്റും ഒരു കമ്പാർട്ട്മെന്റിലുണ്ട്. അപ്പൊ ഇത് നല്ല ഭംഗിയാണ് ഈ ബാഗുകളൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് 950 രൂപ. ഇതിന്റെ റേറ്റ് വരുന്നത് 990. ഇതില് ഇപ്പൊ ഫസ്റ്റ് വരുന്ന ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു ഗ്രീൻ ചെറുപയർ പച്ചയുടെ ഒക്കെ ഒരു ലൈറ്റ് ഷെയ്ഡ്. ഇവിടെ വരുമ്പോ ഇതുപോലെ ഉള്ളൊരു ഡിസൈൻ ആണ്. അപ്പം ഫസ്റ്റ് ഷെയ്ഡാണ് ഇങ്ങനെ. പിന്നെ വരുന്നത് ഒരു പിങ്ക് ഷെയ്ഡ്, പിന്നെ വരുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇതൊക്കെ നല്ല നല്ല ഷെയ്ഡുകളാട്ടോ. അതുപോലെ തന്നെ നല്ല ബാഗുമാണ്. ഇതില് നല്ലൊരു ബ്രൗൺ ഷെയ്ഡ്, നെക്സ്റ്റ് വരുന്നത് ഒരു കോഫി ബ്രൗൺ ഷെയ്ഡ്. അപ്പൊ വരുന്നതും 990 രൂപ. കാണിക്കുന്നത് ഇത് കിഷ് എന്ന് പറയുന്ന ബ്രാൻഡിൽ വന്നിരിക്കുന്ന ഒരു ബാഗാണ്. ഇതുപോലെ ഒരു ചെറിയ സ്ലിങ് നമുക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കാട്ടോ. ചെറിയ സ്ലിങ് ഉണ്ട്. ഇനി നീളത്തിലിടാനായിട്ട് നീളത്തിലുള്ള സ്ലിങ്ങും ഇവിടെ സൈഡിൽ തന്നെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം ഇതിന്റെ മെറ്റീരിയലാണ് എടുത്തു പറയേണ്ടത്. അത്രയും സോഫ്റ്റ് ആണ് ഈ മെറ്റീരിയൽ. നിങ്ങളുടെ കയ്യിൽ കിട്ടി നിങ്ങൾ ടച്ച് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഫീല് മനസ്സിലാവുള്ളൂ. അത്രയ്ക്കും നല്ല മെറ്റീരിയൽ ആണ്. ഇതൊരു ഡാർക്ക് ബീജ് ഷെയ്ഡാണ്. ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇങ്ങനെ, ബാക്ക് സൈഡിൽ ഒരു സിബും പോക്കറ്റും ഉണ്ട്. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ഔട്ടിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ മൊബൈലും ഇതിൽ 5 ഫോൾഡിന്റെ കൊടയെ വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. മൊബൈല്, കണ്ണാടിക്കൂട്, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് വെച്ചുകൊണ്ട് പോവാൻ പറ്റുന്ന ഒരു ബാഗ്. ഇതിന്റെ സ്ലിങ് ആണ്, നീളത്തിലിടാനുള്ള സ്ലിങ് ആണത്. പിന്നെ ഇത് ഒരു കമ്പാർട്ട്മെന്റ്, ഇത് വേറൊരു കമ്പാർട്ട്മെന്റ്. നല്ല ബാഗ് എന്ന് പറഞ്ഞാൽ അത്രയും നല്ല ബാഗാണ്, നല്ല മെറ്റീരിയൽ ആണിത്. അത് ടച്ച് ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് അതിന്റെ ആ ഫീല് മനസ്സിലാവുള്ളൂ. ഇതിന്റെ റേറ്റ് വരുന്നത് 780 രൂപ. അപ്പം ഇത് 2 കമ്പാർട്ട്മെന്റ് സെപ്പറേറ്റ് ആണ് ഇതിന്റെ സിബുകൾ വരുന്നത് കേട്ടോ. ഇത് കൈത്തണ്ടയിൽ ഇടാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ്, ഒരു ചെറിയൊരു ബാഗാണ്. അപ്പൊ ഇത് ഫസ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഡാർക്ക് ബീജ് ഷെയ്ഡ്. പിന്നെ വരുന്നത് ഇതൊരു ഇംഗ്ലീഷ് കളറാണ്. പിന്നെ വരുന്നത് ഈ ലാവൻഡറിന്റെ ഒക്കെ ലാവൻഡർ എന്നല്ല, പൗഡർ ബ്ലൂ അല്ല, ലാവൻഡറും അല്ല, അങ്ങനത്തെ ഒരു ഷെയ്ഡ്, നല്ല ക്യൂട്ട് ഷെയ്ഡാണ്. പിന്നെ വന്നിരിക്കുന്നത് ഇത് റോസ് ഗോൾഡും അല്ല, മൗട്ട് ഷെയ്ഡും അല്ല, അങ്ങനത്തെ ഒരു ഷെയ്ഡ്.
പിന്നെ വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് കോഫി ഷെയ്ഡ്, പിന്നെ വരുന്നത് ഒരു പിങ്ക് ഷെയ്ഡ്, പിന്നെ വന്നിരിക്കുന്നത് ഒരു ഗ്രേ ഷെയ്ഡ്, പിന്നെ വരുന്നത് ഒരു ടാൻ ബ്രൗൺ ഷെയ്ഡ്. കണ്ടോ? അപ്പോൾ ഇത്രയ്ക്കും ഷെയ്ഡുകളിലാണ് ഈ ബാഗുകൾ അവൈലബിൾ ആയിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബാഗാണ്. ചെറിയ ചെയിനും ഉണ്ട്, വലിയ സ്ലിങ്ങും ഉണ്ട്, ചെറിയ സ്ലിങ്ങും ഇതിന് അവൈലബിൾ ആണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഔട്ടിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബാഗാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 780 രൂപ. ഈ കാണിച്ച ബാഗുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പോസ്റ്റ് വഴി അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ ഇനിയുള്ള ദിവസങ്ങളിൽ വീഡിയോ ഒന്നും മിസ്സാക്കരുത് കേട്ടോ. നല്ല ഓഫറിലുള്ള വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ മിസ്സാക്കാതെ നിങ്ങൾ എല്ലാ ദിവസവും കാലത്ത് 10 മണിക്ക് ഞായറാഴ്ച ഒഴികെ എല്ലാ ദിവസവും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റയിലും വീഡിയോസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.